നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടവെട്ടിയിൽ ഉപതെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. UDF, LDF, BJP സ്ഥാനാർത്ഥികൾ രംഗത്ത്. തൊടുപുഴയിൽ സ്വകാര്യ വ്യക്തി നിർമ്മിച്ച ഇൻഡോർ ഷട്ടിൽ കോർട്ട് ശ്രദ്ധേയമാകുന്നു. ശനിയാഴ്ച മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴയിൽ ഫയർഫോഴ്സിന് ആധുനിക സംവിധാനങ്ങളുള്ള വാഹനം ലഭ്യമായി. തുടങ്ങാൻ റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേട്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി വാഗമൺ കുരിശുമലയിൽ കുരിശിന്റെ വഴി നടന്നു. തർക്കങ്ങൾ പരിഹരിച്ചില്ലെങ്കിലും തർക്കിച്ചവർ ഒന്നായി. തൊടുപുഴയിലെ റവന്യൂ ടവർ ഖജനാവ് കാലിയാക്കി. വാർത്തകൾ വിശദമായി. ഇടവെട്ടിയിൽ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പത്മാവതി രഘുനാഥിനെ കൂറുമാറ്റ നിയമമനുസരിച്ച് അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. LDF, UDF, BJP സ്ഥാനാർത്ഥികളാണ് ഇതുവരെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. LDF, UDF സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും BJP സ്ഥാനാർത്ഥി റിട്ടേണിംഗ് ഓഫീസർക്കും മുമ്പാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി പത്രിക നൽകി. നിരവധി നേതാക്കളോടും പ്രവർത്തകരോടും ഒപ്പമാണ് UDF സ്ഥാനാർത്ഥി എത്തിയത്. ഇടവെട്ടി പഞ്ചായത്ത് 1-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായി ലീലാമണി ശശികുമാർ ആറ്റുപുറത്ത് നോമിനേഷൻ നൽകി. പഞ്ചായത്ത് സെക്രട്ടറി PA മധുസൂദനൻ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. സ്ഥാനാർത്ഥിയോടൊപ്പം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ്, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി അസി ഇല്ലിക്കൽ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനോ ഇല്ലിമൂട്ടിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ബഷീർ, വൈസ് പ്രസിഡന്റ് AK സുഭാഷ് കുമാർ, മെമ്പർമാരായ ബേബി തോമസ്, ഷാജി ഇല്ലിക്കൽ, LC ഫ്രാൻസിസ്, ജസീല ലത്തീഫ്, ജയകർഷൻ പുതിയടത്ത്. ഇടുക്കി സമ്പൂർണ്ണ ക്ഷീര ജില്ലയാകുന്നു. ഒരു റിപ്പോർട്ട്. ഇടുക്കി ജില്ല സമ്പൂർണ്ണ ക്ഷീര ജില്ലയാകുന്നതിന് മുന്നോടിയായി ഇത്തവണ ബജറ്റിൽ ക്ഷീരമേഖലയ്ക്കായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് വൻ പദ്ധതികൾ. പാൽ ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിനും പാൽ കർഷകർക്കുമായി സംസ്ഥാന ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് 35 കോടി രൂപയാണ്. ഇതോടെ നഷ്ടക്കണക്കുകൾ മാത്രം നൽകിയിരുന്ന പാൽ ഉൽപാദന മേഖലയിൽ കർഷകരുടെ പ്രതീക്ഷകൾ വീണ്ടും തടയിടുകയാണ്. ഏറെ നാളുകളായി ക്ഷീരമേഖലയിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത് കർഷകരുടെ പരിദേവനങ്ങളായിരുന്നു. കാലിവളർത്തൽ ലാഭകരമല്ലാതിരുന്ന ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ കർഷകർക്ക് പ്രയോജനകരമായ ഐഡന്റിറ്റി കാർഡുകളുടെയും വിതരണം നടത്തി. കൊമേഴ്സ്യൽ ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ KI സലീം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇതിന്റെ നടത്തിപ്പിന്റെ ഏറ്റവും പ്രധാനമായ പങ്കുവഹിക്കുന്ന ഈ ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനും നിങ്ങളെ പരിചയപ്പെടാനും ചില വിഷയങ്ങളിൽ സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി തന്നെയാണ്. ജില്ലാ പ്രസിഡന്റ് PS മുരളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PS ജോസഫ്, സംസ്ഥാന കൗൺസിൽ മെമ്പർ PS അജികുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KM ശിവകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വന്തമായി നിർമ്മിച്ച ഇൻഡോർ ഷട്ടിൽ കോർട്ട് ശ്രദ്ധേയമാകുന്നു. തൊടുപുഴയിലാണ് ഇങ്ങനെയും ഒരു സൗകര്യം ഉണ്ടായിരിക്കുന്നത്. സെന്റ് ജോർജ് ഇൻഡോർ കോർട്ടിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച മന്ത്രി PJ ജോസഫ് നിർവഹിക്കും. ഷട്ടിൽ ബാഡ്മിന്റണോടുള്ള താല്പര്യം കൊണ്ട് സ്വന്തമായി ഇൻഡോർ ഷട്ടിൽ കോർട്ട് നിർമ്മിച്ച യുവാവ് വളരുന്ന കായിക താരങ്ങൾക്ക് അനുഗ്രഹമായി. തൊടുപുഴ കുഴിമറ്റത്തിൽ സേവ്യർ തോമസാണ് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഏത് കാലാവസ്ഥയിലും പരിശീലനം നടത്തുവാനുള്ള സൗകര്യമാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് സേവ്യർ തോമസ് പറഞ്ഞു. കേരളത്തിലും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും ഷട്ടിൽ കളി ഇത്രമാത്രം പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ കാലാവസ്ഥയിലും കളിക്കാൻ പറ്റിയ ഒരു കോർട്ട് നമ്മുടെ ഈ നാട്ടിൽ ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണത്താൽ അങ്ങനെ ഒരു കോർട്ട് ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തൊടുപുഴ വെങ്ങല്ലൂർ നടയിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തിരുലുത്സവം മാർച്ച് 24 മുതൽ 26 വരെ ആഘോഷിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് നടയിൽക്കാവ് ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിന് 1057 വർഷത്തെ പഴക്കമാണുള്ളത്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്ന വേളയിൽ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പൊളിക്കുന്ന അവസരത്തിൽ ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പണിത വർഷം, അതിൻ്റെ തീയതി എന്നീ കാര്യങ്ങളൊക്കെ അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വച്ച് നമുക്ക്
മനസ്സിലാക്കാൻ സാധിച്ചത് 1057 വർഷത്തെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് നടയിൽക്കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ്. രേവതി, അശ്വതി, ഭരണി നാളുകളിലാണ് ഉത്സവം കൊണ്ടാടുന്നത്. അശ്വതി നാളിൽ രാവിലെ 4-ന് ആരംഭിക്കുന്ന ഉത്സവം പള്ളിയുണർത്തൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, വിശേഷ പൂജകൾ, ഉച്ചപൂജ, വൈകിട്ട് 6:30 ദീപാരാധന. പിന്നെ രേവതി ഉത്സവം മുൻ ദിവസങ്ങളിലെ പരിപാടികൾ തന്നെയാണ്. 10:30 പൂമൂട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഏറ്റവും നല്ലൊരു പൂജയോടുകൂടി നടത്തുന്നതാണ് പൂമൂട്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര ഏകോപന സമിതി എറണാകുളം ജില്ലാ സെക്രട്ടറി MP അപ്പുവിൻ്റെ പ്രഭാഷണം. കുംഭംകുടം, താലപ്പൊലി ഘോഷയാത്ര, ആട്ടക്കാവടി, പരുന്താട്ടം തുടങ്ങിയവ ഉണ്ടായിരിക്കും. ക്ഷേത്രം ട്രസ്റ്റി സിജോഷ് ശർമ്മ, പ്രസിഡന്റ് PV പൊന്നപ്പൻ പിള്ള, സെക്രട്ടറി PC ജയൻ, കൺവീനർ ചന്ദ്രൻ പൂവത്തിങ്കൽ, ബിനു തച്ചുകുഴിയിൽ, അനിൽകുമാർ വേങ്ങത്താനത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുട്ടിക്കാനം മരിയൻ കോളേജ് MCOM ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ 27-ന് രാവിലെ 10-ന് കോളേജ് ഹാളിൽ ബാങ്കിംഗ് സെമിനാർ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയുടെ വികസനത്തിൻ്റെ കുതിപ്പിൽ കൂടുതലായ ഉൾച്ചേർക്കൽ ആവശ്യമായിട്ട് വരുന്നു. വികസനത്തിൻ്റെ പ്രയോജനം കുറച്ച് ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്നു. അത് കൂടുതൽ ആൾക്കാർക്ക് ലഭിക്കുന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള വികസനം സാധ്യമാകൂ എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ റിസർവ് ബാങ്കിനും മറ്റ് സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു തിരിച്ചറിവാണ്. ഇതേക്കുറിച്ച് ഒരു പഠനം നടത്തി ഇത് എപ്രകാരം നമുക്ക് ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കുവാൻ സാധിക്കും, കൂടുതലായി ഉൾച്ചേർക്കലിന്, സാമ്പത്തിക ഉൾച്ചേർക്കലിന് ഇടുക്കി ജില്ലയിൽ എന്താണ് ചെയ്യാൻ. മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ, നബാർഡ് ചീഫ് മാനേജർ KC ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, എബ്രഹാം കുര്യൻ, ചന്ദ്രശേഖർ ശർമ്മ, ഫാദർ ഹബി മാത്യു തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ മരിയൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റൂബിൾ രാജ്, ഫാദർ ജെയിംസ് കോഴിമല, പ്രൊഫസർ ഭാരതി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ 15-ാം വാർഡ് സമ്മേളനം 24-ന് വൈകുന്നേരം 6:30 മങ്ങാട്ടുകവലയിൽ നടക്കും. KPCC നിർവാഹക സമിതി അംഗം CP മാത്യു ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴയിൽ ഫയർഫോഴ്സിന് ആധുനിക സംവിധാനങ്ങളുടെ വാഹനം ലഭിച്ചു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തൊടുപുഴ അഗ്നിശമന സേനയ്ക്ക് ആധുനിക സൗകര്യത്തോടെയുള്ള പുതിയ വാഹനമെത്തി. തീപിടുത്തമുണ്ടായാൽ കുതിച്ചെത്തി ഹൈപ്രഷറിൽ വെള്ളം ചീറ്റിച്ച് തീ കെടുത്താനുള്ള സൗകര്യം ഈ വാഹനത്തിനുണ്ട്. ചെറിയ റോഡുകളിലൂടെ അതിവേഗത്തിലെത്താൻ കഴിയുമെന്നതും പ്രത്യേകതയാണ്. 3000 ലിറ്റർ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന വാഹനത്തിൽ 2 ഗൺ ബ്രാഞ്ചുകളുണ്ട്. ഈ ബ്രാഞ്ചുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന 100 മീറ്റർ നീളത്തിലുള്ള ഇന്ത്യൻ നഴ്സസ് പേരൻസ് അസോസിയേഷൻ ആലോചന യോഗം 24-ന് രാവിലെ 10:30 തൊടുപുഴ ഗാന്ധി ഭവനിൽ ചേരും. മണക്കാട് ഗ്രാമപഞ്ചായത്തിൽ നെൽപ്പാടങ്ങൾ ഓർമ്മയാകുന്നു. പാടം നികത്തൽ തുടരുന്നു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. മണക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചങ്ങനാട്ട് പാലത്തിന് സമീപമുള്ള നെൽവയലുകൾ ഭൂമാഫിയകൾ മണ്ണിട്ട് നികത്തുവാൻ ശ്രമിക്കുന്നത് വിവാദമായി. പാരിസ്ഥിതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി മണ്ണുമായി വന്ന ടിപ്പർ ലോറികൾ നാട്ടുകാർ സംഘടിച്ച് തടഞ്ഞിടുകയുണ്ടായി. വെള്ളിയാഴ്ച വീണ്ടും മണ്ണിടുവാൻ ആരംഭിച്ചതോടെ നാട്ടുകാർ റവന്യൂ അധികൃതരെ വിവരമറിയിച്ചു. സ്ഥലം സന്ദർശിച്ച വില്ലേജ് ഓഫീസർ സജീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ മണ്ണിടുന്നത് തടഞ്ഞു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ. വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി വാഗമൺ കുരിശുമലയിൽ കുരിശിന്റെ വഴി ആചരിച്ചു. വികാരി ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ, ഡയസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ബ്രദർ സാവിയോ വാഴക്കുളം വചനപ്രഘോഷണം നടത്തി. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ വചനപ്രഘോഷണം നടന്നുവരുന്നു. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിച്ചതിനെന്ന്. ഇപ്പോൾ ലോകം എന്നെ ഒരിക്കലും സ്നേഹിക്കില്ല. കാരണം ലോകം പിശാചിന്റെ വലയത്തിലായിരിക്കുന്നത്. ലോകത്തിന് എന്നോട് വെറുപ്പാണ്. കാരണം എന്താ, ഞാൻ എവിടുത്തെ മകൻ. തുടങ്ങനാട്ടിൽ റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന് പരാതി. ഇതേ തുടർന്ന് ടാറിംഗ് ജോലികൾ നിർത്തിവെച്ചു. മുണ്ടയ്ക്കൽ വാർഡിൽ മറ്റത്തേപ്പാറ റോഡ് നിർമ്മാണമാണ് നാട്ടുകാർ തടഞ്ഞത്. മെറ്റലിംഗ് ജോലികൾ ചെയ്യാതെ മണ്ണിൽ ടാർ ഒഴിച്ച ശേഷം റോഡ് റോളർ ഇല്ലാതെയാണ് റീടാറിംഗ് നടത്തിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജി അഗസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ജനങ്ങൾ സംഘടിച്ചത്. തർക്കങ്ങൾ പരിഹരിച്ചില്ലെങ്കിലും തർക്കിച്ചവർ ഒന്നായി. പക്ഷേ റവന്യൂ ടവർ നിർമ്മാണം മാത്രം നടന്നില്ല. ഖജനാവ് കാലിയാക്കിയ തൊടുപുഴയിലെ റവന്യൂ ടവറിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. നഗരഹൃദയത്തിൽ അധികൃതരുടെ അവഗണനയും പടലപ്പിണക്കവും നിമിത്തം ശാപമോഷം കാത്തുകിടക്കുന്നത് 1.5 ഏക്കറോളം ഭൂമിയാണ്.
PT തോമസ് MLA ആയിരിക്കെ 2005 സർക്കാർ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിലാക്കുന്നത് ലക്ഷ്യമിട്ട് റവന്യൂ ടവർ എന്ന ബൃഹത് പദ്ധതി കൊണ്ടുവരുന്നത്. ഇതിനായി നടത്തിയ പൈലിംഗ് പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ച തുകയെ സംബന്ധിച്ചും വ്യക്തമായ മറുപടി അധികൃതർക്കില്ല. പൈലിംഗ് പ്രവർത്തനങ്ങൾക്ക് 68 ലക്ഷം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളതെന്നും എന്നാൽ കോൺട്രാക്ടറുമായുള്ള ഇടപാടുകൾ തീർത്തു വരുന്നതേയുള്ളൂ എന്നുമാണ്. ആർട്ടിസ്റ്റ് ഗുരുജിയുടെ ആർട്ട് ഗാലറി പ്രവർത്തനം തുടങ്ങി. തൊടുപുഴയ്ക്ക് സമീപം മണക്കാടാണ് ആർട്ട് ഗാലറി തുറന്നിരിക്കുന്നത്. പ്രശസ്ത ആർട്ടിസ്റ്റ് ഗുരുജി എന്നറിയപ്പെടുന്ന പ്രസാദ് കൃഷ്ണൻ നായരുടെ റയർ ഇന്റർനാഷണൽ ആർട്ട് ഗാലറി പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മണക്കാടിന് സമീപം കുന്നത്തുപാറയിൽ പ്രവർത്തിക്കുന്ന ഗാലറിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് പ്രസിഡന്റ് R. ജയശങ്കർ നിർവഹിച്ചു. പൗരാണിക കാലഘട്ടം മുതലുള്ള നാണയങ്ങൾ, കുമ്മങ്കല്ല് മാട്ടെ കോളനി റോഡിന്റെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഹരിത് നിർവഹിച്ചു. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ഇത് കോടതി വിധി മുനിസിപ്പാലിറ്റിക്ക് അല്ലെങ്കിൽ റോഡ് ചെയ്യണമെന്ന വിധി വരികയും അന്ന് ഇവിടെ പ്രതിനിധീകരിച്ചിരുന്ന ആ കൗൺസിലർക്ക് അത് അറിയാൻ കഴിയാൻ താമസിച്ചു പോയി എന്നുള്ള ഒരു ദുഃഖസത്യം. KMA ഷുക്കൂർ, VA ജിന്ന, SM ഷെരീഫ്, KH ജബ്ബാർ, AM സമ്മദ്, CP സലിം തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർഡ് കൗൺസിലർ MA കരീം അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടവെട്ടിയിൽ ഉപതെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. UDF, LDF, BJP സ്ഥാനാർത്ഥികൾ രംഗത്ത്. തൊടുപുഴയിൽ സ്വകാര്യ വ്യക്തി നിർമ്മിച്ച ഇൻഡോർ ഷട്ടിൽ കോർട്ട് ശ്രദ്ധേയമാകുന്നു. ശനിയാഴ്ച മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴയിൽ ഫയർഫോഴ്സിന് ആധുനിക സംവിധാനങ്ങളുള്ള വാഹനം ലഭ്യമായി. തുടങ്ങാൻ റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേട്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി വാഗമൺ കുരിശുമലയിൽ കുരിശിന്റെ വഴി നടന്നു. തർക്കങ്ങൾ പരിഹരിച്ചില്ലെങ്കിലും തർക്കിച്ചവർ ഒന്നായി. തൊടുപുഴയിലെ റവന്യൂ ടവർ ഖജനാവ് കാലിയാക്കി. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.